ദൈവത്തിന് സ്തോത്രം. നൈജു ബ്രദറും പ്രീതി സിസ്റ്ററും ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ സംസാരിക്കുവാൻ ഒരവസരം കർത്താവ് നൽകിയിരിക്കുകയാണ്. നൈജു ബ്രദറെ, നിങ്ങളുടെ ഈ സാക്ഷ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അത് വളരെ ടച്ചിങ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തിയാണ്. അവരുടെ മനസ്സിലേക്ക് വന്നു, ഇങ്ങനെ ദൈവം എത്രയെത്ര അത്ഭുതങ്ങളാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ അത്ഭുതങ്ങൾ കർത്താവ് പലപ്പോഴും ചെയ്ത അത്ഭുതങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ആരോടും പറയരുത്. പക്ഷെങ്കിൽ ആരിലാണോ അത്ഭുതം നടന്നത് അവർക്ക് പറയാതിരിക്കാൻ കഴിയും. യേശുവിനെ അനുസരിച്ചല്ലോ അവര് പറഞ്ഞു. അപ്പോൾ ഈ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത ദൈവം തന്നു. ഇത് ചിലരുടെയൊക്കെ ജീവിതത്തിൽ, പലരുടെ അനേക ജീവിതത്തിൽ അതൊരു വിടുതലും ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് അനേകർ യേശുവിനെ അറിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കാനും അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അനുഭവിക്കാനും അവസരം കിട്ടും. നിങ്ങൾ യു ആർ എൻജോയിങ് യുവർ ക്രിസ്ത്യൻ ലൈഫ് അല്ലേ? അപ്പോൾ ഇന്ന് സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത, പ്രീതി സഹോദരിയുടെ ജീവിതത്തിൽ ചെയ്ത ചില അത്ഭുതകരമായ കാര്യങ്ങൾ അത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കെല്ലാം അനുഗ്രഹമാണ്. സിസ്റ്ററെ, കർത്താവിലേക്ക് എങ്ങനെ വന്നതെന്ന് ചുരുക്കമായിട്ടൊന്ന് പറയാമോ? കർത്താവിലേക്ക് വന്നതിലുപരി കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ്. ഞാനല്ല ചെന്നത്. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് IELTS പഠിക്കാനാണ് പുറത്തേക്ക് പോകാനൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും IELTS പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരാഗ്രഹം IELTS പഠിക്കണം. അപ്പോൾ അന്ന് കോട്ടയത്താണ് അതിന് വേണ്ടിയിട്ട് പോയത്. അവിടെ പോയി ഒരു പെയിങ് ഗസ്റ്റായിട്ട് ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടായിരുന്നു ആ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആ താമസിക്കുന്ന വീട്ടിൽ ഒരു 5-6 പിള്ളേർ ബൈബിൾ കോളേജിൽ നിന്ന് പെയിങ് ഗസ്റ്റായിട്ട് താമസിച്ച്, ബൈബിൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ്. അവരവിടെയാണ്, ആ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും സന്ധ്യയാകുമ്പം അവർ കൂടിയിരുന്ന് ആരാധിക്കും. അവർ കൈയടിച്ച് പാട്ട് പാടും, ആരാധിക്കും. അപ്പോൾ എനിക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ ആഗ്രഹമായിരുന്നു അവരുടെ കൂടെ പോയി. കാരണം എൻ്റെ മമ്മി മർത്തോമയായിരുന്നു. അപ്പം ഞങ്ങൾ കൈയടിച്ച് വീട്ടിൽ പാട്ട് പാടി ആരാധിച്ച് ആണ് സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് ഓർമ്മ വന്നിട്ട് ഞാൻ ഓടിപ്പോയി അവരുടെ കൂട്ടത്തിൽ പോയിരുന്നു. അവരുടെ കൂടെ ഇരുന്ന് ഞാനും ആരാധിക്കും. അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു കൊച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, യേശു നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, യേശുവിൻ്റെ നാമം നിൻ്റെ നെറ്റിയിൽ എഴുതണം, അത് അനേകരുടെ മുമ്പിൽ നീ യേശുവിൻ്റെ സാക്ഷിയാകും. അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്നും മനസ്സിലായില്ല, ഒത്തിരി ഡീപ്പായിട്ട് മനസ്സിലായില്ല. എങ്കിലും ഞാനത് കേട്ടു, ഞാനത് ഏറ്റെടുത്തു. ഞാൻ അവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ഞാനൊരു ദിവസം ഇങ്ങനെ TV ചാനലുകൾ മാറി നോക്കുന്ന സമയത്ത് ഈ പവർ വിഷൻ ചാനൽ അതിനകത്ത് വന്നു. അപ്പം അതിനകത്തൊരു അഡ്വർടൈസ്മെൻറ്റ് ഞാനിങ്ങനെ കാണാനിടയായി. കൊല്ലം പീരങ്കി മൈതാനത്ത് വെച്ചൊരു വലിയൊരു ക്രൂസൈഡ് നടക്കുന്നു, ഒരു ക്രിസ്ത്യൻ മീറ്റിംഗ്. അപ്പം അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു, രോഗശാന്തികൾ നടക്കുന്നു, വലിയ ശുശ്രൂഷ നടക്കുന്നു. അപ്പോൾ ഞാൻ ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ട സമയത്ത് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിന് തോന്നി, എൻ്റെ ചേച്ചി അന്ന് മാരീഡാണ്, കുറച്ച് വർഷങ്ങളായി, അവർക്കും കുഞ്ഞുങ്ങളില്ല. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു, ഇവിടെ പോയി പ്രാർത്ഥിച്ചാൽ ചേച്ചിക്ക് കുഞ്ഞുങ്ങളുണ്ടായേക്കും. അപ്പം ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു, നമുക്ക് 2 പേർക്കും കൂടി ഇതിനൊന്ന് പോവാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ആരോടും പറയാതെ രഹസ്യമായിട്ട് ഞാനും ചേച്ചിയും കൂടി കൊല്ലത്ത് ഈ പീരങ്കി മൈതാനത്ത് നടന്ന മീറ്റിംഗ്. അപ്പോൾ അവിടെ വെച്ചിങ്ങനെ സ്റ്റേജ് ചെയ്യുന്ന ദേവദാസന്മാർ വിളിച്ചു പറഞ്ഞു, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മുന്നോട്ട് കടന്നു വരാൻ പറഞ്ഞു. അപ്പം ഞാനും പെട്ടെന്ന് ആ ഒരു വേർഡ് എന്നെ ഒത്തിരി ടച്ച് ചെയ്തു, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. ഞാനത് ആദ്യമായിട്ട് കേൾക്കുന്നൊരു വേർഡാണ്. ഈവൻ ദോ ഞാനൊരു ക്രിസ്ത്യൻ ആണെങ്കിൽ പോലും
ഞാൻ അങ്ങനെ ഒരു കാര്യം അതിനു മുമ്പ് കേട്ടിട്ടില്ല. ഞാൻ ജനിച്ചു വളർന്നത് ക്രിസ്ത്യാനിയായിട്ടാണ്. പള്ളിയിൽ പോകാറുണ്ട്, സൺഡേ സ്കൂളിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതെനിക്കൊരു സ്ട്രെയിഞ്ച് വേർഡായിട്ട് തോന്നി, വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് മുമ്പോട്ട് നടന്നു. ആ വലിയ അവിടെ അതിൻ്റെ അറ്റത്തായിട്ട് ദേവദാസന്മാർ അങ്ങനെ ചെല്ലുന്നവരെ എല്ലാം തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയും അവരെ കൊണ്ട് ഇതേറ്റു പറയിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും പോയി അവർ പറഞ്ഞ പോലെ ഞാനും ഏറ്റു പറഞ്ഞു, ഞാനും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു, ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന് ഞാനും വാഗൊണ്ട് ഏറ്റു പറഞ്ഞു. പക്ഷെ അത് എന്തിനാ പറഞ്ഞതെന്നോ അതിൻ്റെ മീനിങ് എന്തുവാന്നോ ഒന്നും അന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവർ പറഞ്ഞു 3 ദിവസം കഴിയുമ്പം എക്സ്ട്രാ ഒരു പെയർ ഡ്രസ്സുമായിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അന്നേരം ഒന്നും മനസ്സിലായില്ല. വീട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലായത് അത് സ്നാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിളിയാണ്, അതിനാണ് നമ്മൾ ചെല്ലേണ്ടതെന്ന് അന്നേരം മനസ്സിലായി. പക്ഷെ എന്താണ് സ്നാനമെന്നോ അതിനെക്കുറിച്ച് എനിക്കൊന്നും ഡീപ്പായിട്ട് അറിയത്തില്ല, അതിൻ്റെ മീനിങ്ങും അറിയത്തില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, ഞാനിത് ചെയ്യുന്നത് യേശുവിന് ഇഷ്ടമാണ്, അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ യേശുവിന് ഇഷ്ടമുള്ളത് എനിക്കും ചെയ്യണം. സിസ്റ്റർ ഈ സാക്ഷ്യം പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം, നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും അറിയുക എന്നുള്ളതിനെക്കാട്ടിൽ യേശുവിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ അത് തീർച്ചയായിട്ടും അനുഗ്രഹം. അനേകം ധാരാളം ചോദ്യങ്ങളാണ് അവർക്ക്. എല്ലാം അറിഞ്ഞിട്ട് കർത്താവിൽ വിശ്വസിക്കാം. എല്ലാം അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും. നമ്മളിപ്പോൾ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക, എല്ലാം അറിഞ്ഞിട്ടാണ്. ഇതിനകത്ത് എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടെന്നോ എല്ലാം അറിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം. കർത്താവിന് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ തയ്യാറാകുക എന്നുള്ളത്. അതെ, അപ്പൊ ഞാൻ യേശുവിന് ഇഷ്ടമുള്ള, അപ്പൊ എൻ്റെ വീട്ടിലിത് പറഞ്ഞപ്പോൾ തന്നെ വലിയൊരു എതിർപ്പായിരുന്നു. അപ്പം എൻ്റെ മമ്മിയൊക്കെ ഭയങ്കര ശക്തമായിട്ട് എതിർത്തു. അപ്പം ഞാൻ അന്നേരം ചിന്തിച്ച് ഇവരൊക്കെ എന്തിനാ ഇത്ര എതിർക്കുന്നത്? നമ്മൾ ഒന്നും തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം, അപ്പോൾ യേശു ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യണം. എനിവേ എൻ്റെ പപ്പ അതിന് എന്തോ ഒരു ദൈവകൃപയാൽ പപ്പ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം, ഞാൻ വരാം കൂട്ടത്തിൽ, പക്ഷെ പിന്നീട് ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകരുത് എന്ന് പറഞ്ഞു. എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇല്ലായ്മ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പപ്പായും കൂടി 3-ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഒരു സൺഡേ ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പേരുടെ ഡ്രസ്സൊക്കെ ആയിട്ട് കൊല്ലത്ത് ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് ചെന്നു. ഞാനവിടെ ചെന്നപ്പം അവിടെ ഒരുപാട് ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ഈ സ്നാനം എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് പേരെ ഞാൻ അന്നവിടെ കണ്ടു, ഞങ്ങൾക്ക് പരിചയമുള്ളവരും ഒക്കെ. അപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് അവർ കടലിൽ കൊണ്ടുപോയാണ് സ്നാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് വേറെ ഒന്നും ഓർഗനൈസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അടുത്തുള്ളത് കടലാണ്. അപ്പം ബസ്സിന് എല്ലാവരെയും കയറ്റി കടലിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ ഏകദേശം ഒരു 3000-ഓളം പേര് അന്ന് അവിടെ ഞാൻ ഓർക്കുന്നുണ്ട്. കുറേ ശുശ്രൂഷകർ ഇങ്ങനെ കടലിൽ നിരനിരയായിട്ട് ഇറങ്ങി നിന്നിട്ട് ആൾക്കാർ ക്യൂ ആയിട്ട് നിന്ന് പോയി സ്നാനം വയ്ക്കുമായിരുന്നു. അങ്ങനെ ആ കൂട്ടത്തിൽ ഞാനും സ്നാനപ്പെട്ട് അവിടുന്ന് തിരിച്ച്. അപ്പം അന്ന് അവിടെ കർത്തൃമേശ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് കർത്തൃമേശയെക്കുറിച്ചും വലിയ ജ്ഞാനമില്ല, പക്ഷെ ഇത് സ്നാനപ്പെട്ടവരെല്ലാം ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഞാനും സ്വീകരിച്ചു. അപ്പോൾ സിസ്റ്റർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പത്രോസിന്റെ 1-ാമത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ 3000 പേരാണ് സ്നാനപ്പെടുന്നത്. അപ്പൊ ഇവരെല്ലാവരും ബൈബിൾ ക്ലാസ്, വലിയ ഡീറ്റെയിൽഡ് ബൈബിൾ ക്ലാസ് കഴിഞ്ഞിട്ടൊന്നും അല്ല. അപ്പൊ ഇതൊക്കെ ദൈവത്തിന്റെ അത്ഭുതകരമായ കാര്യങ്ങൾ. അവൾ അങ്ങനെ കർത്താവിലേക്ക് സിസ്റ്റർ വന്നു. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിന്റെ സാക്ഷ്യം കേട്ടപ്പോൾ നമ്മൾ സംസാരിച്ച സമയത്ത് പറഞ്ഞ മറ്റൊരു കാര്യം, കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സഹോദരി പറഞ്ഞതുപോലെ യേശുവിനെ സ്വീകരിച്ചു. അതിലെന്താ തെറ്റ്? പക്ഷെങ്കിൽ യു വെൻ ത്രൂ സം ഡിഫിക്കൽറ്റീസ്. ആ സമയത്ത് അതിനെ എങ്ങനെയാണ് ആ ഒരു വെൻ യു വെൻ ത്രൂ ഡിഫിക്കൽറ്റീസ്, അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്തിലൂടെ കടന്നു പോയപ്പോൾ ഹൗ ഡിഡ് ജീസസ് ഡയറക്റ്റഡ് യു? ഹൗ ഡിഡ് ദ ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്തതും സൂക്ഷിച്ചതും വഴി നടത്തിയതും? ഞാൻ ഈ സ്നാനമെല്ലാം കഴിഞ്ഞപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പം
എന്താ പുറത്താക്കാൻ എന്താ സിസ്റ്റർ ചെയ്ത ഈ സ്നാനപ്പെട്ടു എന്നോ? സ്നാനപ്പെട്ടു. ഓക്കേ. അപ്പൊ അതിനി സമൂഹം അറിഞ്ഞാൽ ഞങ്ങളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തും എന്നൊരു ചിന്ത എൻ്റെ മമ്മിക്ക് വന്നതുകൊണ്ടാണ് മമ്മി എന്നോട് പറഞ്ഞത് എവിടെയെങ്കിലും പോകും, ഇവിടെ നിൽക്കണ്ട. അപ്പൊ എത്ര വയസ്സുണ്ട്? അപ്പൊ ഞാൻ ജസ്റ്റ് നഴ്സിംഗ് കഴിഞ്ഞ് എനിക്കൊരു 20-21 വയസ്സ് പ്രായമാണ്. അപ്പൊ 21 വയസ്സായപ്പോ കർത്താവിനെ അതിന് വീട് വിട്ടു പോകേണ്ട ഒരു സ്ഥിതി വരികയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു മമ്മി എനിക്ക് ദോഷമായിട്ടല്ല അത് ചെയ്തത്. മമ്മി ചിന്തിച്ചത് എന്നെ എല്ലാവരും കൂടി വഴക്ക് പറയും, തല്ലും, വീട്ടുകാരറിഞ്ഞാൽ വലിയ പ്രശ്നമാവും. അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയായിരിക്കും മമ്മി എന്നോട് പറഞ്ഞത് നീ എവിടെയെങ്കിലും ഒന്ന് പോകും എനിക്ക്. അപ്പൊ എന്റെ നഴ്സിംഗ് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. ഒരു 500 രൂപയും കൂടെ മമ്മി തന്നു, തുണിയൊക്കെ എടുത്തു. അപ്പൊ ഞാൻ ആദ്യം എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അന്ന് എനിക്ക് പരിശുദ്ധാത്മാവാണ് എന്നെ ഗൈഡ് ചെയ്യുന്നെന്നുള്ള ബോധ്യമൊന്നും അന്ന് എനിക്കില്ല. എനിക്ക് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് വലിയ ജ്ഞാനമില്ല, ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. അപ്പം എന്റെ മനസ്സിൽ തോന്നുകയാണ് ഓക്കെ ഞാൻ പഠിച്ച കോളേജിലേക്ക് ചെല്ലാം. അപ്പം ഞാൻ അറിയുന്നു അത് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ആയിരുന്നു എന്ന് ഇപ്പൊ എനിക്കറിയാം, പക്ഷെ അന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ നേരെ കൊല്ലത്ത് ചെല്ലുന്നു, ട്രെയിൻ കയറി ഞാൻ പഠിച്ച കോളേജിലേക്ക് പോവാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നോ? ഇല്ല, ഞാൻ തന്നെ അവിടുന്ന് ലോക്കൽ കമ്പാർട്ട്മെന്റ്, നമുക്ക് റിസർവേഷൻ ഇല്ല, ഒന്നുമില്ല, 500 രൂപയല്ലേ ഉള്ളൂ കയ്യിൽ. അപ്പം നേരെ ലോക്കൽ കമ്പാർട്ട്മെന്റ് കയറി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങുന്നു. അവിടുന്ന് ബസ്സിൽ കയറി ഞാൻ പഠിച്ച കോളേജിൽ ചെല്ലും. ഒന്നും പ്രതീക്ഷിച്ചല്ല ചെല്ലുന്നത്. ഞാൻ അവിടെ ചെന്ന് എൻ്റെ പ്രിൻസിപ്പലിനെയാണ് ഞാൻ നേരെ പോയി കാണുന്നത്. അവർക്ക് ഞാൻ പറഞ്ഞു സാർ എനിക്കൊരു ജോലി വേണം. അപ്പം സാർ എന്നോട് പറഞ്ഞു ഇവിടെ ഇപ്പോൾ വേക്കൻസി ഒന്നും ഇല്ല. അപ്പം ഞാൻ ഓർത്ത് ഇനി എങ്ങോട്ട് പോകുന്ന എനിക്കറിയത്തില്ല. ആകെ എനിക്കുള്ള ഒരു ഹോപ്പ് എന്ന് പറയുന്നത് അവിടെ എനിക്കൊരു ജോലി കിട്ടുമായിരിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷെ അത് പോയി. അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ പുള്ളി തന്നെ എന്നോട് ഇങ്ങോട്ട് പറയുകയാണ്, പ്രീതി വെയിറ്റ്, ഒരു കാര്യം ചെയ്യുക, യു ജസ്റ്റ് സ്റ്റേ ഹിയർ ഓവർ നൈറ്റ്, ഐ വിൽ ഓർഗനൈസ് സംതിങ്. അപ്പൊ എനിക്ക് അന്ന് എവിടെ താമസിക്കുമെന്ന് അറിയത്തില്ല. കാരണം ഞാൻ ഓൾറെഡി കോഴ്സ് കഴിഞ്ഞ് പാസ് ഔട്ട് ആയി പോയ ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ എനിക്ക് ഇനി ഹോസ്റ്റലൊന്നും അവിടെ ഇല്ല. പക്ഷെ സാറ് തന്നെ എൻ്റെ ഒരു ജൂനിയർ സ്റ്റുഡൻറ്റിനെ വിളിച്ചിട്ട് എന്നെ ആ കൊച്ചിൻ്റെ റൂമിൽ എന്നെ അക്കോമഡേറ്റ് ചെയ്തു. അങ്ങനെ രാത്രി ഞാൻ അവിടെ താമസിച്ചു. രാവിലെ സാർ എന്നെ വിളിപ്പിച്ചു, കണ്ടു പറഞ്ഞു ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു നഴ്സിംഗ് കോളേജ് ഉണ്ട് കുറച്ച് മാറി, അവിടെ വേക്കൻസി ഉണ്ട്. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പ്രീതി ഒരു ഓട്ടോ വിളിച്ച് തന്നിട്ട് പറഞ്ഞു പ്രീതി ഇതേ കയറി അവിടെ ചെന്നാൽ മതി, അവിടെ പ്രീതിക്ക് ഒരു ജോലിയുണ്ട്. അങ്ങനെ ഞാൻ സാറിനോട് താങ്ക്സ് പറഞ്ഞു. ഓട്ടോയിൽ കയറി ആ കോളേജിൽ ചെല്ലുമ്പം അതിൻ്റെ ഓണർ അവിടെ ഇറങ്ങി നിൽക്കുക, എന്നെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ ചെന്നപ്പോഴേ ചോദിച്ചു യുവർ രാമു സ്റ്റുഡൻറ്റ്, രാമു എന്നായിരുന്നു ഞങ്ങളുടെ പ്രിൻസിപ്പലിൻ്റെ പേര്. രാമുവിൻ്റെ സ്റ്റുഡൻറ്റ്. ഞാൻ പറഞ്ഞ അതെ രാമുവിൻ്റെ സ്റ്റുഡൻറ്റാണ്. പുള്ളി എന്നെ വലിയ സന്തോഷത്തോടെ അകത്ത് കൊണ്ടുപോയി. എന്നോട് പറഞ്ഞു ഇവിടെ ജോബുണ്ട്, ഐ ഹാവ് എ വേക്കൻസി ആൻഡ് ഐ ഗീവ് ദാറ്റ് യു, സാലറി സ്കെയിൽ ഇതാണ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം പെട്ടെന്ന് എനിക്ക് അക്കോമഡേഷനായി, ഫുഡെല്ലാം ഫ്രീ ആണ്, സാലറി ഉണ്ട്. വളരെ ഹാപ്പിയായി ഞാൻ കയറി. ഞാൻ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ടൊരു കയ്പ്, ഒരു ബിറ്റർനെസ് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഗ്രോ ചെയ്യാൻ തുടങ്ങി ആ സമയത്ത്. കാരണം വൈ ഐ ഹാവ് ടു ഗോ ത്രൂ ദിസ്. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയും ഇടയിൽ കൂടെ ഞാൻ എത്ര സന്തോഷത്തോടെ ഇരിക്കേണ്ടതാണ്, എന്തിന് ഞാൻ ഈ സ്ട്രഗിളിലേക്ക് ഇറങ്ങി വരേണ്ടി വന്നു എന്നുള്ളത് എന്നെ ഇങ്ങനെ ഒത്തിരി, എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു കയ്പ് അങ്ങ് രൂപപ്പെട്ടു, ദൈവത്തോടൊരു കയ്പ്. അപ്പം അത് വളരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നു. ഞാൻ പ്രാർത്ഥന നിർത്തി, ഞാൻ പ്രാർത്ഥിക്കാതെയായി. ഞാൻ മറ്റു പല കാര്യങ്ങളിലേക്കും തിരിയാൻ തുടങ്ങി, മറ്റു പലതിലും സന്തോഷം കണ്ടെത്താൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ എൻ്റെ ലൈഫ് സ്പോയിലാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പം നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ ഈ സന്തോഷം കണ്ടെത്തുന്നതിലേക്ക് തിരിയുമ്പോൾ ആദ്യമേ ഉള്ളു ഈ സന്തോഷം. അത് കഴിയുമ്പം നമ്മുടെ സ്പിരിറ്റ് റിയലൈസ് ചെയ്തു തുടങ്ങും ഈ സന്തോഷം ശാശ്വതമല്ല, ഇത് നന്മയിലേക്ക് എത്തിക്കുകയല്ല. അപ്പൊ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയാൻ തുടങ്ങി നീ നശിക്കുകയാണ്, നീ നശിക്കാൻ പോവുകയാണ്. അപ്പൊ അതെന്നെ ഭയപ്പെടുത്താൻ തുടങ്ങി. അപ്പൊ ഞാൻ സൂയിസൈഡിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു. ഞാൻ എന്തിനെ ജീവിക്കുന്ന, ആരുമില്ല ഹെൽപ്പിന്, ആരുമില്ല മിണ്ടാന്, ഫ്രണ്ട്സ് ഇല്ല, റിലേറ്റീവ്സ് ഇല്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു വല്ലാത്തൊരു ഡിപ്രസീവ് മൊമെന്റ്സിലൂടെ ഇങ്ങനെ പോവാം. അപ്പോഴാണ് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് എന്നോട് ഒന്ന് പറയുന്നത്, മാഡം ഇവിടെ ഒരു ചർച്ച് ഉണ്ട്, വുഡ് യു ലൈക്ക് ടു കം വിത്ത് അസ്, ഞങ്ങളുടെ കൂടെ ഒന്ന് വരുന്നോ ഒരു ആരാധന കൂടാൻ. അപ്പൊ ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട് അതും ഹോളി സ്പിരിറ്റ് ആണ്. ആ കുഞ്ഞിനെ അവിടെ അറേഞ്ച് ചെയ്തതും
എന്നെ അവിടോട്ട് കൊണ്ടുപോകാൻ ആ കൊച്ചിനെ എന്നെ ഫോഴ്സ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞാൻ അവരുടെ ടീച്ചറാണ്. ആ കൊച്ചിന് അതിനുള്ള ധൈര്യം ഉണ്ടായി എന്നോട് വന്ന് പറയാൻ, മാഡം വരുന്നോ എൻ്റെ കൂടെ ചർച്ചിൽ. അതൊരു ബിലീവറാ കൊച്ച്. അങ്ങനെ ഞാനൊരു സൺഡേ അവരുടെ കൂടെ ചർച്ചിൽ ചെല്ലുവാണ്. ചർച്ചിൽ ചെന്നിട്ട് അവിടെ വെച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞാൻ ചർച്ചിൽ പോയിരുന്നു. പക്ഷെ അവിടുത്തെ ദേവദാസൻ എന്നോടൊരു വാക്ക് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ദൈവം എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അത് എന്നോട് വന്ന് പറയണേ എന്ന് പറഞ്ഞു. അപ്പം എനിക്കതൊന്നും മനസ്സിലായില്ലെങ്കിൽ കൂടി ഞാൻ ഹോസ്റ്റലിൽ തിരിച്ചു പോയി. പക്ഷെ ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് ഞാനൊരു വിഷൻ കണ്ടു. വിഷൻ എന്ന് ഞാനിപ്പോൾ പറയും, അന്ന് ഞാൻ അതിനെ ഡ്രീം എന്നാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ പറയാൻ അറിയത്തുള്ളത്. അന്ന് ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനൊരു റോഡിലൂടെ നടന്നു പോകുന്നതും ഒരു ചെളിക്കുഴിയിലേക്ക് വീഴുന്നതും എന്നെ ആരും രക്ഷിക്കാനില്ലാതെ ഹെൽപ്പ് ചെയ്യാനില്ലാതെ ഞാൻ അതിൽ കിടന്ന് ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരു 30-33 വയസ്സ് പ്രായം വരുന്ന ഒരു മനുഷ്യൻ എൻ്റെ അടുത്തോട്ട് നടന്നു വന്ന് എന്നെ അതിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് എൻ്റെ ദേഹത്തെ ചെളിയൊക്കെ തൂത്ത് കളഞ്ഞ് എന്നെ തോളെ കൈയിട്ട് ആശ്വസിപ്പിച്ച് എന്നെ കൊണ്ടുപോകുന്ന ഒരു ഡ്രീം ഞാൻ കാണുവാണ് രാത്രി. അപ്പം ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് എനിക്ക് എൻ്റെ മനസ്സിലപ്പോൾ ഈ ദേവദാസൻ പറഞ്ഞത് എന്തെങ്കിലും ദൈവം കാണിച്ചാൽ എന്നോട് വന്ന് പറയണം. അപ്പം ഞാൻ ഓർത്ത് ഇതെന്നെ ദൈവം കാണിച്ചതായിരിക്കുമോ, അങ്ങനെയാണെങ്കിൽ ഞാൻ അതവിടെ പോയി പറയണമല്ലോ. അങ്ങനെ അത് പറയാൻ വേണ്ടി ഞാൻ പിറ്റേന്ന് വൈകുന്നേരം ഓടി ചെല്ലുകയാണ് അവരുടെ വീട്ടിലേക്ക്. പക്ഷെ എൻ്റെ ഡ്രീം ഒന്നും ദേവദാസൻ എന്നോട് ചോദിച്ചില്ല, എന്താ കണ്ടതെന്നും ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. ഞാൻ ചെന്നപ്പോൾ തന്നെ ചർച്ചിൻ്റെ താക്കോലെടുത്ത് എൻ്റെ തന്നു. എന്നിട്ട് പറഞ്ഞു, പ്രീതി ചർച്ചിൽ പോയിരുന്നോളാം. ഞാൻ അവിടുന്ന് താഴെ ചർച്ച് ഹോളിൽ പോയി അകത്ത് കയറി ഞാൻ കഥ അടച്ചു. ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് നേരം ഇരുന്നു. എനിക്ക് പ്രാർത്ഥിക്കാനാണോ എന്തോ ഒന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് സിറ്റിംഗ് ദെയർ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് താക്കോല് കൊടുത്ത് ഞാൻ തിരിച്ചു പോയി. പിറ്റേന്ന് ഞാൻ വന്നു, താക്കോല് തന്നു, ഞാൻ അവിടെ പോയിരുന്ന് കരഞ്ഞു. അങ്ങനെ ഞാനൊരു 7 ദിവസത്തോളം ഞാൻ എന്നും ചെല്ലും. ഒരു 1 hour 1.5 hour ഞാൻ അവിടെ നിന്ന് കരയും. അങ്ങനെ ഒരു 6 ദിവസം എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരു 5-6 ദിവസം ഞാനിത് കണ്ടിന്യൂ ചെയ്തു. 6th day ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് കരച്ചിലൊന്നും വന്നില്ല. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ചുറ്റിലും ആരൊക്കെ ഇരിക്കുന്ന പോലെ തോന്നി. എൻ്റെ ഉള്ളിലൊരു ഭയങ്കര ഒരു പീസ് ഭയങ്കരമായിട്ട് ഫീലായി. എനിക്ക് ഭയങ്കരമായിട്ട് ചിരിയൊക്കെ വന്നു. അപ്പോൾ ഞാൻ അതിലിരുന്ന് ചിരിച്ചു. എന്നിട്ട് ഞാൻ ഇറങ്ങി വന്നു. പിന്നീട് എനിക്ക് താക്കോല് തന്നില്ല. പിന്നെ ഞാൻ വരുമ്പോഴൊക്കെ അങ്കിൾ എന്നെ കൊണ്ടുപോകും, ചായ ഇട്ട് തരും, വർത്താനം പറയും, ആൻറ്റി ഉണ്ട്, മക്കളുണ്ട്, ഞാൻ അവരുടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ. പക്ഷെ ഞാൻ പിന്നീട് ഒരിക്കൽ കേട്ടു, ഞാൻ അവിടുന്ന് പോകുന്നതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം അങ്കിൾ എൻ്റെ സാക്ഷി അവിടെ പ്രസംഗിക്കുന്നതായിട്ട് ഒരു കൊച്ചു എന്നോട് പറഞ്ഞു. ഞാൻ അതിലിരുന്ന് കരയുന്നത് അങ്കിൾ വെളിയിൽ നിന്ന് കേൾക്കുമായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, അപ്പം ഞാൻ കരയുന്നതൊക്കെ അങ്കിൾ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് എൻ്റെ ഉള്ളിലെ ആ ഭാരം മുഴുവനും ആ കണ്ണുനീരിൽ അങ്ങ് ആ 6 ദിവസം കൊണ്ട് പോയി. പിന്നെ അങ്ങ് സന്തോഷമായിരുന്നു. സന്തോഷം എന്ന് പറഞ്ഞാൽ അങ്കിള് പറയും എൻ്റെ മുഖം മാറിയെന്ന്. ആ 6 ദിവസം കഴിഞ്ഞപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു മുഖമല്ലായിരുന്നു എനിക്ക്. അങ്കിൾ എപ്പോഴും പറയും. എൻ്റെ ഒരു ഫോട്ടോ അങ്കിൾ എടുത്തു വെച്ചിട്ടുണ്ട്, പഴയ ഫോട്ടോയും ഇതിന് ശേഷമുള്ളൊരു ഫോട്ടോയും അവരുടെ വീട്ടിൽ ഇരിപ്പുണ്ടത്. അവിടെ നിന്നാണ് ഞാൻ പിന്നെ ഇവരുമായിട്ട് ഒത്തിരി. അങ്കിൾ എന്നെ പിന്നെ ബൈബിള് പഠിപ്പിച്ചു. എനിക്കൊരു ബൈബിൾ അങ്കിൾ ആദ്യം വാങ്ങിച്ചു തന്നു. എന്നിട്ട് എന്നോട് ഇതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താണ് സ്നാനം, എന്തിനാണ് സ്നാനപ്പെടുന്നത്, ഇതെല്ലാം അങ്കിൾ എനിക്ക് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു ഡെപ്ത് മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സ്നാനപ്പെടേണ്ടത്. ഇതൊന്നും അറിയാതെ കടലിലെടുത്ത് ചാടിയ ഞാൻ. അപ്പോൾ ഞാൻ അങ്കിളിനോട് ചോദിച്ചു, അങ്കിളെ എന്നെ ഒന്നുകൂടെ സ്നാനപ്പെടുത്തുന്നു. അങ്കിൾ പറഞ്ഞില്ല, ഒരു വട്ടം സ്നാനം മതി, ഇനി സ്നാനം വേണ്ട. അങ്ങനെ അവിടുന്ന് പിന്നെ ഞാൻ കേരളത്തിലോട്ട് തിരിച്ചു പോകുന്നു. കേരളത്തിൽ തിരിച്ച് ഒരു 2 വർഷം ഞാൻ അങ്കിളിൻ്റെയും ഫാമിലിയുടെയും കൂടെ അവിടെ ശരി നമുക്ക് പോവാം, തപ്പാം. അങ്ങനെ ഞാനും എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ ബൈക്കിൽ കൊട്ടാരക്കര ടൗണിൽ ചെന്നു. ഫുള്ള് കടകൾ അടവാണ്. എൻ്റെ പപ്പായുടെ കടയുടെ തൊട്ട് പുറകിൽ ഒരു ഇൻ്റർനെറ്റ് കഫേ ഉണ്ട്. പപ്പായെ അറിയാവുന്നവര്. ചേട്ടൻ നേരെ അവരുടെ വീട്ടിൽ ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് വേണ്ടിയിട്ടതൊന്ന് തുറക്കാവോ? പുള്ളി പറഞ്ഞു, തുറക്കാം. രാത്രി 11 മണിക്ക് പുള്ളി തുറന്നു. ഞങ്ങൾ മെയിൽ ഓപ്പൺ ചെയ്തു. ഇതെല്ലാം അവർ ചോദിച്ചതെല്ലാം അതിനകത്ത് ആഡ് ചെയ്ത് അയച്ചു. എല്ലാം കഴിഞ്ഞ് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു,
എനിക്ക് ഡൽഹി വരെ ഒന്ന് പോകാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഡൽഹി കണ്ടിട്ടില്ല, ഫ്ലൈറ്റ് കണ്ടിട്ടില്ല, കയറിയിട്ടില്ല. അപ്പം പോയാൽ ഐ ഡോണ്ട് നോ, ഒരു പേഴ്സൺ റെഡിയാണ് ടു ഹെൽപ്പ് യു, ബട്ട് ഹീസ് ഇൻ ഡൽഹി, യു ഹാവ് ടു ഗോ ദെയർ. അപ്പൊ 27-ാം തീയതി ആയി. അപ്പൊ ഞാന് ഓക്കെ പോവാം, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഉടൻ തന്നെ ഞാൻ ചെന്നൈ വഴി ഒരു ഫ്ലൈറ്റിൽ ഞാൻ ഡൽഹി ചെന്നു. ഞാൻ ഡൽഹി എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ എന്നെ കാത്തവിടെ നിൽപ്പുണ്ട്. ഞാൻ ഇദ്ദേഹത്തെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അദ്ദേഹം എന്നെയും കണ്ടിട്ടില്ല. നേരെ എൻ്റെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈവനിങ് ഈ സമയം വി വിൽ മീറ്റ് അഗൈൻ ഹിയർ. ഞാൻ അവിടെ നിൽക്കുകയാണ്. പുള്ളി പോയി പാസ്പോർട്ട് കൊണ്ടുപോയി. ഇത് മോർണിംഗിലാണ് നടക്കുന്നത്. ഈവനിങ് ആയപ്പോഴത്തേക്കും പുള്ളി എൻ്റെ കയ്യിൽ പാസ്പോർട്ടുമായിട്ട് അതേ സ്ഥലത്ത് വന്നു. എനിക്ക് വിസ അടിച്ചു. ഈവൻ ദാറ്റ് മാൻ ഈസ് ഷോക്ക്ഡ്. പുള്ളി പറയും, ഐ ഡോണ്ട് നോ ഹൗ ദിസ് ഹാപ്പൻഡ്. വിത്തിൻ 1 day യു ആർ ഗെറ്റിംഗ് ഐറിഷ് വിസ. ആൻഡ് January 28th ഈവനിങ് ഞാൻ അവിടുന്ന് ഡൽഹി എയർപോർട്ടിൽ നിന്ന് അയർലൻഡിലേക്ക് എയർ ഫ്രാൻസ് ഫ്ലൈറ്റിൽ കയറി. 29th I reached Dublin. നമുക്ക് അത്ഭുതകരമായ ഒരു സാക്ഷ്യമായിട്ട് തോന്നുമെങ്കിലും ഒന്നുമില്ലായ്മയിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ചവനായ നമ്മുടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമ്മളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾക്ക് അസാധ്യമെന്ന് തോന്നും. ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയില്ല, സാഹചര്യങ്ങളൊക്കെ എതിരാണ്. പിന്നെ 4 ദിവസം മുൻപ് 25-ാം തീയതി പ്രീതി സിസ്റ്ററിന് there is no sign. എന്നാൽ നമ്മുടെ ഫിസിക്കൽ നീഡ്സ്, നമ്മുടെ ഇമോഷണൽ നീഡ്സ്, നമ്മുടെ ഫാമിലി നീഡ്സ്, നമ്മുടെ ഹീലിംഗ് നീഡ്സ്, നമ്മുടെ സ്പിരിച്വൽ നീഡ്സ് എല്ലാം ദൈവത്താൽ കഴിയും എന്നതിന് എത്ര നല്ല ഒരു ഉദാഹരണം. നൈജുപതറുമായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടത് ചില മാസങ്ങൾക്ക് മുൻപാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സാക്ഷികൾ കേട്ടപ്പോൾ തീർച്ചയായിട്ടും ആരുടെയൊക്കെയോ ജീവിതത്തിൽ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിരാശപ്പെട്ട് വഴിയൊക്കെ അടഞ്ഞു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇല്ല, അടഞ്ഞിട്ടില്ല. ദൈവദാസൻ അയർലൻഡിന് യൂറോപ്പിലേക്ക് വരാൻ ഈ സിസ്റ്റർ ശ്രമിക്കുന്നുണ്ടെന്നൊന്നും അറിയാതെ പറയുകയാണ് January 28. ഇതൊക്കെ നമുക്ക് വരുമ്പോൾ തമാശയായിട്ട് തോന്നും. നോ നോ നോ, അഖിലാണ്ടങ്ങളുടെ ഉടയവനായ കർത്താവിന് ഒന്നുമില്ലായിരുന്നു. എല്ലാം കർത്താവിൻ്റെ പെർഫെക്റ്റ് ക്രിയേഷനാണ്. ആ ദൈവത്തിന് താങ്കളുടെ ജീവിതത്തിൽ ഒന്നും അസാധ്യമല്ല. എത്ര മനുഷ്യന്റെ ദൃഷ്ടിയിൽ എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണ് 28-ാം തീയതി എന്ന് ദൈവദാസൻ ദൈവാത്മാവ് തന്നിലൂടെ പറഞ്ഞുവെങ്കിൽ എത്ര അത്ഭുതകരമായി 28-ാം തീയതി ഈ സഹോദരി അയർലൻഡിലേക്ക് യാത്ര ചെയ്യുക. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. ദൈവത്തിനൊരു അത്ഭുതം, അനേക അത്ഭുതങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയും. വളരെ കർത്താവിനെ സ്നേഹിക്കുന്ന, ദൈവത്തിന് വേണ്ടി ഓടുവാൻ തയ്യാറായ നൈജു സഹോദരൻ തനിക്കൊരു അവധി കിട്ടുമ്പോൾ കർത്താവിൻ്റെ സ്നേഹവുമായിട്ട് പോവുകയാണ്. നമ്മൾ കാണുന്ന കൂടുതൽ ആളുകളും ഒരു ജോലിയൊക്കെ ചെയ്ത് സമ്പാദ്യമൊക്കെ നേടി അത് മക്കൾക്ക് വേണ്ടി, അത് വീടിന് വേണ്ടി ഒക്കെ കൂട്ടിവെക്കുവാൻ ശ്രമിക്കുന്നവരാണ് അനേകരും. ധാരാളം ആളുകൾ, കൂടുതൽ ആളുകൾ. എത്ര കിട്ടിയാലും മതിയാകാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെങ്കിൽ നൈജുബദറിനെ പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി, തനിക്കൊരു അവധി കിട്ടിയാലെന്നല്ല, അത് അവധി അതൊക്കെ അറേഞ്ച് ചെയ്ത് തനിക്ക് ദൈവം നൽകിയ സമ്പാദ്യം അതുപയോഗിച്ച് യേശുവിൻ്റെ സ്നേഹം എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് പോകുന്ന സഹോദരൻ, തനിക്ക് പിൻബലമായി നിൽക്കുന്ന പ്രീതി സിസ്റ്റർ,
ഈ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ കർത്താവ് മതിയായവനാണ്, തീർച്ചയായിട്ടും മതിയായവനാണ്. നമ്മളെ ചിലർ പരിഹസിക്കും. സഹോദരി പറഞ്ഞതുപോലെ വീട്ടുകാർ പെട്ടി മേടിച്ചു, ഷൂ മേടിച്ചു, യൂറോപ്യൻ ഡ്രസ്സ് മേടിച്ചു, എന്തിനായിക്കോട്ട് പോകുന്ന. പക്ഷെ ദൈവം ചെയ്തു. ദൈവത്തിന്റെ വചനം അത് സത്യമാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അടച്ചിട്ട മുറിയിൽ ഒരു വലിയ കാറ്റടിച്ച് കഥയുണ്ട്. അതൊന്ന് പറയാം. ഞാൻ അയർലൻഡിൽ വന്ന് അഡാപ്റ്റേഷനൊക്കെ കഴിഞ്ഞു. എനിക്ക് പിന്നമ്പരൊക്കെ കിട്ടിയപ്പം ഞാൻ ഓർത്തു എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു, എനിക്ക് ജോലിയൊക്കെ ആയി. പക്ഷെ എനിക്ക് ജോലി ആയില്ല. ഇവിടെ ആ സമയത്ത് ഒരു റിസഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവരും ജോലിയൊക്കെ പോയി, ജോലി സാധ്യതകളൊക്കെ കുറയാൻ തുടങ്ങി. അപ്പം എനിക്ക് ജോലി കിട്ടിയില്ല. അപ്പം ഞാൻ എന്നെ കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക, പലയിടത്തും CV അയക്കുന്നു, ഫോൺ വിളിക്കുന്നു, എങ്ങൊന്നും ഒരു പ്രതീക്ഷയില്ല. ഞാൻ വീണ്ടും ഓർത്തു, ഞാനിവിടെ വന്നു, ഇത്രയും നാളായി, എനിക്ക് ജോലിയില്ല, കയ്യിൽ പൈസയില്ല, നോക്കാനൊന്നുമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇല്ലീഗലിയാണ് നിൽക്കുന്നത്, കാരണം വിസ പോയി, എംപ്ലോയർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിസ ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു റൂമിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാനിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഷെയറിങ് എന്ന് കൂടുതൽ പറയണ്ടേ. ഞാനിങ്ങനെ സംസാരിക്കും, എൻ്റെ പ്രയാസങ്ങളൊക്കെ ദൈവത്തോട് പറയും. ഞാൻ പറയും, കാരണം എനിക്ക് പറയാൻ വേറെ ആരും ഇല്ല. പിന്നെ ഞാൻ തന്നെ, കർത്താവേ, ഞാൻ വന്നിട്ട് ഇത്രയും നാളായി, എന്തോ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, ജോലിയില്ല, വലിയ ഭാരത്തിലാണ്. അപ്പം ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ മുറിക്കകത്ത് ഒരു കാറ്റടിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ആദ്യം ഓർത്തത് വിൻഡോസ് എന്തെങ്കിലും ഓപ്പൺ ആയിരിക്കും. അപ്പം ഞാൻ എല്ലാം ചെക്ക് ചെയ്തു, എല്ലാം ക്ലോസ്ഡ് ആണ്. ഇവിടെ ആരും അങ്ങനെ വിൻഡോ തുറന്നിടത്തില്ല, തണുപ്പുള്ള രാജ്യമായതുകൊണ്ട്. അപ്പോൾ വിൻഡോ എല്ലാം അടച്ചിട്ട് ഇരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് റൂമിലെ കർട്ടനൊക്കെ നന്നായിട്ട് പറക്കുന്നുണ്ട്, നല്ലൊരു വിൻഡ്, നല്ലൊരു കാറ്റാ മുറിക്കകത്തുണ്ട്. അപ്പം ഞാൻ ഓർത്തു, ഇതെന്തെങ്കിലും ഒരു നേച്ചർ ആണോ, എന്തെങ്കിലും പ്രശ്നമാണോ, ഇവിടെ ഇനി വല്ല ഭൂമികുലുക്കോ സുനാമിയോ വല്ല വരികയാണോ, അങ്ങനെ ഞാൻ പലതും ചിന്തിച്ചു. അങ്ങനെ ഈ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ഭയവും വരാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ആ കാറ്റിൻ്റെ ആ സൗണ്ട്, നമുക്ക് ഈ കാറ്റടിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ടിൻ്റെ ഇടയിലൂടെ ഞാൻ വളരെ ഫീബിൾ ആയിട്ടുള്ളൊരു വോയിസ് കേൾക്കുകയാണ്. ഫീബിൾ ആണെങ്കിലും അത് വളരെ സ്ട്രോങ് ആണ്, അതായത് വളരെ നേർത്തതും എന്നാൽ ശക്തവുമായിട്ടുള്ളൊരു സൗണ്ട്. അപ്പൊ ആ സൗണ്ടിൽ ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്, ഞാൻ നാളെ നിനക്കൊരു വഴി തുറക്കും. അപ്പം ഞാൻ അതിങ്ങനെ റിപ്പീറ്റഡ്ലി 2 തവണ അത് ഞാൻ കേട്ടു. നാളെ നിനക്കൊരു വഴി തുറക്കും, നാളെ നിനക്കൊരു വഴി തുറക്കും. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഈ കാറ്റ് നിന്നു, ശബ്ദം നിന്നു, എല്ലാം നിന്നു. അപ്പം ഞാൻ പേടിച്ചു, ഇനി എൻ്റെ തോന്നലാണോ. അപ്പം ഞാൻ പെട്ടെന്ന് നാട്ടിലുള്ള എൻ്റെ അങ്കിളിനെ വിളിച്ചു, ദേവദാസിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, അങ്കിളെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എൻ്റെ തോന്നലാണോ എൻ്റെ ഇമാജിനേഷൻ ആണോ എന്നറിയത്തില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പം അങ്കിൾ പെട്ടെന്ന് കരയാൻ തുടങ്ങി. അങ്കിൾ പറഞ്ഞു, പ്രീതി, അത് യേശു സംസാരിക്കുന്നതാണ്. അപ്പം ഞാനത് കേട്ടു, ഫോൺ വെച്ചു, ഞാൻ കിടന്ന് ഉറങ്ങി. രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത് ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടാ. ഞാൻ എടുക്കുമ്പം എനിക്ക് പരിചയമില്ലാത്ത ഒരു ശബ്ദം എന്നോട് പറഞ്ഞു, ഞാനൊരു ഫോൺ നമ്പർ തരാം, ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്കൊരു ജോലിയുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ? പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയാം, ഞാൻ നിങ്ങൾ അഡാപ്റ്റേഷൻ ചെയ്ത ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫാണ്, ആൻഡ് ദർ ഈസ് എ വേക്കൻസി. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ വന്നത് എൻ്റെ മുഖമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ എൻ്റെ നമ്പർ എവിടുന്നോ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ച് പറയുക, ഈ നമ്പറിൽ വിളിച്ചാൽ നിനക്കൊരു ജോലിയുണ്ട്. ഞാൻ അങ്ങനെ ആ നമ്പറിൽ വിളിച്ചു. ആ നമ്പറിൽ വിളിച്ചപ്പോൾ എനിക്കൊരു ജോലി അവിടെ ഉണ്ട്. ഞാൻ അവിടെ ചെന്നു, ഇന്റർവ്യൂ ഒന്നും ഇല്ല, നേരെ സെലക്റ്റഡ് ആയി, കയറി വിത്ത് അക്കോമഡേഷൻ. ചിലപ്പോഴൊക്കെ നമ്മൾ കർത്താവിനെ അറിഞ്ഞു, കർത്താവിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്തു, പല തീരുമാനങ്ങളും എടുത്തു. നമ്മൾ പ്രതിസന്ധികളിലൂടെ വിശ്വാസ നിമിത്തം കടന്നുപോയി, യേശുവിനെ അറിഞ്ഞതുകൊണ്ട്. അപ്പോൾ ഇനിയെല്ലാം ശരിയായോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അടുത്ത കൊടുങ്കാറ്റ്. അതാണ് പ്രിയ സിസ്റ്ററുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കർത്താവിനോട് തന്നെ നമുക്ക് സംസാരിക്കാം. താൻ പറഞ്ഞതുപോലെ
പ്രതീക്ഷകൾ ഒരിക്കലും അസ്തമിച്ചിട്ടില്ല. നമുക്ക് സംസാരിക്കാം, കർത്താവിനോട് സംസാരിക്കാം. താൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ചെയ്തത്. ഇവിടെ വന്നു അയർലൻഡിൽ ചെന്നു, ജോലിയില്ല, എംപ്ലോയർ ഇല്ല. അപ്പോൾ ഒരു തരത്തിൽ ഇല്ലീഗൽ സ്റ്റേ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. സഹായിക്കാൻ ആരുമില്ല, ശമ്പളമില്ല. ഒരുപക്ഷെ അങ്ങനെയുള്ള സ്ഥിതിയിലൂടെ പോകുന്ന ആരൊക്കെയോ ഇത് കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ എന്നല്ല, കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം. എല്ലാം തകർന്നു എന്നൊന്നും ചിന്തിക്കേണ്ട. കർത്താവിനോട് സംസാരിക്കാൻ, പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണോ? ദാവീദ് ചിലപ്പോഴൊക്കെ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്താ ഇങ്ങനെയൊക്കെ കർത്താവേ? കർത്താവിനോട് സംസാരിക്കുന്നത് നിർത്തരുത്. ഏലിയാവ് വലിയ കാറ്റും കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടായി. അതിനുശേഷം നേരത്തെ ഒരു ശബ്ദം. അതെ, ആ ശബ്ദം തീർച്ചയായിട്ടും കേൾക്കും. നിങ്ങൾ നേരിട്ട് കേൾക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ കേൾക്കും, അല്ലെങ്കിൽ ഒരു ദൈവദാസൻ സംസാരിക്കുമ്പോൾ കേൾക്കും. നമ്മുടെ ഹൃദയത്തോടത് സംസാരിക്കും. ഇതാ അടച്ചിട്ട മുറിയിൽ ഒരു കാറ്റ്. അതെ, അപ്പം ജനലൊന്നും തുറന്നിട്ടില്ലായിരുന്നു, ഉറപ്പാണല്ലേ? ഞാൻ തന്നെ ഡബിൾ ചെക്ക് ചെയ്തു 2 തവണ. അതെ, അതെ, മനുഷ്യർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കും. അതെ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ചിറകടിച്ച് ഉയരും. അവർ തളരുകയില്ല, അവർ ക്ഷീണിക്കുകയില്ല, അവർ ഓടും. നമ്മളെ ഉയർത്തുന്നവൻ ദൈവമാണ്. ഒരു പാട്ടുണ്ടല്ലോ, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിനു? എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ, നമുക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തപ്പോൾ, നമ്മുടെ കഴിവുകളൊക്കെ, നമ്മുടെ പരിധികളൊക്കെ അവസാനിക്കുമ്പോൾ, അവിടെയും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ ശബ്ദം, നേർത്ത എന്നാൽ ദൃഢമായ ആ ശബ്ദം താൻ കേട്ടു. എന്താണ്? നാളെ ഒരു വഴി നിനക്ക് വേണ്ടി. ഈ ദിവസങ്ങളെയൊക്കെ നിശ്ചയിച്ചത് ദൈവമല്ലേ? ദൈവം സംസാരിക്കും. ഇതാ, സാധാരണ ഇങ്ങനെ ആരെങ്കിലും ഫോൺ വിളിക്കാറുണ്ടായിരുന്നു? ഇല്ല. കാരണം നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഫോണിൽ ബാലൻസ് ഇല്ല. പിന്നെ ഇവിടെ ആരും എന്നെ വിളിക്കാനില്ല, കാരണം എനിക്ക് ഇവിടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. നാട്ടിൽ നിന്ന് അവര് വിളിക്കത്തില്ല, കാരണം അതൊരു ISD ഫോണാണ്, അപ്പൊ അത് ഉണ്ടാവാറില്ല. അപ്പോൾ ആരും വിളിക്കാനില്ലാത്ത ഒരു സമയത്ത് അതിരാവിലെ ഒരു കോൾ, ആ ആളിനെ സഹകരിക്കാൻ അറിയില്ല. അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ യാത്രയില് വാഹനം ഓടിച്ചു പോകുമ്പോ വണ്ടി സ്ലിപ്പായി പോയപ്പോ ഒരത്ഭുതം നടന്നല്ലോ. അത് നിങ്ങൾ 2 പേരുകളുടെ യാത്രയിലായിരുന്നു അല്ലേ? അതൊരു വിന്റർ ടൈമിലായിരുന്നു. അപ്പോ എങ്ങനെയായിരുന്നു? ഒരു വളവിന്റെ അടുത്ത് ചെന്നപ്പോഴത്തെ വണ്ടി സ്ലിപ്പായി. വണ്ടി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി. അപ്പം എന്റെ കയ്യിൽ നിന്ന് വണ്ടി പോയി. ഞാനപ്പം നോക്കുന്നത്, കറങ്ങി ഇങ്ങനെ വന്നിട്ട് ഞാൻ നോക്കുന്നത് തിരിച്ച് എതിരെ ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ. അപ്പം വണ്ടി സ്ലിപ്പായി പോകുന്നത് കണ്ടു. അവിടെ ഒന്നും ആളൊന്നുമില്ല. അപ്പൊ 2 പേര് പെട്ടെന്ന് വന്ന് വണ്ടി സ്ട്രെയിറ്റ് ആക്കുക. ഒരു ഫാമേഴ്സ് ബൂട്ടൊക്കെ ഇട്ടാണ് വരുന്നത്. അവിടെ ഒന്നും ആളെ ഇല്ല. അതൊരു നല്ല ഒരു ഫ്രീ സ്പേസാണ്. വണ്ടി അങ്ങ് നേരെയാക്കി കറക്റ്റ് വേയിലേക്ക് വണ്ടി കൊണ്ട് വെച്ചതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ പോയി കംപ്ലീറ്റ്. സിസ്റ്റർ അതിൽ എന്തോ ആണ് കണ്ടത്? ആ ഒരു യാത്രയില് വണ്ടി നന്നായിട്ട് മറിയുന്നുണ്ട്. അച്ഛ ഇങ്ങനെ എന്റെ കയ്യിൽ നിന്ന് വണ്ടി പോയി എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോ കാണുന്നത് വണ്ടി ഇങ്ങനെ കറങ്ങി മറിയാൻ പോവാണ്. അപ്പം ഞാൻ നോക്കുമ്പോ അവിടെ തൊട്ടടുത്ത് ഇങ്ങനെ വലിയൊരു ഫീൽഡാ. അപ്പൊ ഞാൻ നോക്കുമ്പോ 2 വലിയ മനുഷ്യര്, അവര് വലിയ ബൂട്ട്സ് ഒക്കെ ഇട്ട് ഫാർമേഴ്സ് 2 പേര് അവിടുന്ന് ചാടി വരുന്ന ഈ വണ്ടിയെ ഇങ്ങനെ തള്ളി നേരെ റോഡിലേക്ക് വെച്ചു. അപ്പൊ അതിങ്ങനെ നേരെ കറങ്ങി വന്ന് കറക്റ്റ് റോഡിന്റെ റൈറ്റ് സൈഡിൽ തന്നെ വന്ന് നിൽക്കുകയാണ്.
അപ്പൊ ഞാൻ അച്ഛയോട് പറയുന്നുണ്ട്, അച്ഛ അത് 2 പേര് വന്നു, വണ്ടി നിന്നു, അവര് പിടിച്ചു നിർത്തി, അവര് നേരെയാക്കി എന്ന് ഞാൻ ഇങ്ങനെ പറയുന്നു. അപ്പൊ വണ്ടി ഞങ്ങൾ സൈഡിൽ ഒതുക്കി, ഞങ്ങൾ പുറത്തിറങ്ങി, അവിടെ എല്ലാം നോക്കി. അവരോട് ഒന്നും ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇല്ലീഗലി ആണ് നിൽക്കുന്നത്, കാരണം വിസ പോയി, എംപ്ലോയർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിസ ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലൊരു റൂമിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പൊ ഇവരെല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാനിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് എന്ന് കൂടുതൽ പറയണ്ടേ, ഞാനിങ്ങനെ സംസാരിക്കും, എൻ്റെ പ്രയാസങ്ങളൊക്കെ ദൈവത്തോട് പറയും. ഞാൻ പറയും, കാരണം എനിക്ക് പറയാൻ വേറെ ആരും ഇല്ല. പിന്നെ ഞാൻ തന്നെ, കർത്താവേ, ഞാൻ വന്നിട്ട് ഇത്രയും നാളായി, എന്തോ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, ജോലിയില്ല, വലിയ ഭാരത്തിലാണ്. അപ്പൊ ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ മുറിക്കകത്ത് ഒരു കാറ്റടിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ആദ്യം ഓർത്തത് വിൻഡോസ് എന്തെങ്കിലും ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഞാൻ എല്ലാം ചെക്ക് ചെയ്തു, എല്ലാം ക്ലോസ്ഡ് ആണ്. ഇവിടെ ആരും അങ്ങനെ വിൻഡോ തുറന്നിടത്തില്ല, തണുപ്പുള്ള രാജ്യമായതുകൊണ്ട്. അപ്പോൾ വിൻഡോ എല്ലാം അടച്ചിട്ട് ഇരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് റൂമിലെ കട്ടനൊക്കെ നന്നായിട്ട് പറക്കുന്നുണ്ട്, നല്ലൊരു വിൻഡ്, നല്ലൊരു കാറ്റാ മുറിക്കകത്തുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു, ഇതെന്തെങ്കിലും ഒരു നേച്ചർ ആണോ, എന്തെങ്കിലും പ്രശ്നമാണോ, ഇവിടെ ഇനി വല്ല ഭൂമികുലുക്കോ സുനാമിയോ വല്ല വരികയാണോ, അങ്ങനെ ഞാൻ പലതും ചിന്തിച്ചു. അങ്ങനെ ഈ കാറ്റടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ഭയവും വരാൻ തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ആ കാറ്റിന്റെ ആ സൗണ്ട്, നമുക്ക് ഈ കാറ്റടിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ടിന്റെ ഇടയിലൂടെ ഞാൻ വളരെ ഫീബിൾ ആയിട്ടുള്ളൊരു വോയിസ് കേൾക്കുകയാണ്. ഫീബിൾ ആണെങ്കിലും അത് വളരെ സ്ട്രോങ് ആണ്, അതായത് വളരെ നേർത്തതും എന്നാൽ ശക്തവുമായിട്ടുള്ളൊരു സൗണ്ട്. അപ്പൊ ആ സൗണ്ടിൽ ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്, ഞാൻ നാളെ നിനക്കൊരു വഴി തുറക്കും. അപ്പം ഞാൻ അതിങ്ങനെ റിപ്പീറ്റഡ്ലി 2 തവണ അത് ഞാൻ കേട്ടു, നാളെ നിനക്കൊരു വഴി തുറക്കും, നാളെ നിനക്കൊരു വഴി തുറക്കും. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഈ കാറ്റ് നിന്നു, ശബ്ദം നിന്നു, എല്ലാം നിന്നു. അപ്പം ഞാൻ പേടിച്ചു, ഇനി എൻ്റെ തോന്നലാണോ. അപ്പം ഞാൻ പെട്ടെന്ന് നാട്ടിലുള്ള എൻ്റെ അങ്കിളിനെ വിളിച്ചു, ദേവദാസിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, അങ്കിളെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എൻ്റെ തോന്നലാണോ എൻ്റെ ഇമാജിനേഷൻ ആണോ എന്നറിയത്തില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പം അങ്കിള് പെട്ടെന്ന് കരയാൻ തുടങ്ങി. അങ്കിള് പറഞ്ഞു, പ്രീതി, അത് യേശു സംസാരിക്കുന്ന. അപ്പം ഞാനത് കേട്ടു, ഫോൺ വെച്ചു, ഞാൻ കിടന്ന് ഉറങ്ങി. രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത് ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ട. ഞാൻ എടുക്കുമ്പം എനിക്ക് പരിചയമില്ലാത്ത ഒരു ശബ്ദം എന്നോട് പറഞ്ഞു, ഞാനൊരു ഫോൺ നമ്പർ തരാം, ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്കൊരു ജോലിയുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ? പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയാം, ഞാൻ നിങ്ങൾ അഡാപ്റ്റേഷൻ ചെയ്ത ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫാണ്, ആൻഡ് ദർ ഈസ് എ വേക്കൻസി. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ വന്നത് എൻ്റെ മുഖമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ എൻ്റെ നമ്പർ എവിടുന്നോ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ച് പറയുക, ഈ നമ്പറിൽ വിളിച്ചാൽ നിനക്കൊരു ജോലിയുണ്ട്. ഞാൻ അങ്ങനെ ആ നമ്പറിൽ വിളിച്ചു. ആ നമ്പറിൽ വിളിച്ചപ്പോൾ എനിക്കൊരു ജോലി അവിടെ ഉണ്ട്. ഞാൻ അവിടെ ചെന്നു, ഇന്റർവ്യൂ ഒന്നും ഇല്ല, നേരെ സെലക്റ്റഡ് ആയി, കയറി വിത്ത് അക്കോമഡേഷൻ. ചിലപ്പോഴൊക്കെ നമ്മൾ കർത്താവിനെ അറിഞ്ഞു, കർത്താവിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്തു, പല തീരുമാനങ്ങളും എടുത്തു, നമ്മൾ പ്രതിസന്ധികളിലൂടെ വിശ്വാസ നിമിത്തം കടന്നുപോയി, യേശുവിനെ അറിഞ്ഞതു. അപ്പോൾ ഇനിയെല്ലാം ശരിയായോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അടുത്ത കൊടുങ്കാറ്റ്. അതാണ് പ്രിയ സിസ്റ്ററുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കർത്താവിനോട് തന്നെ നമുക്ക് സംസാരിക്കാം. ഞാൻ പറഞ്ഞതുപോലെ പ്രതീക്ഷകൾ ഒരിക്കലും അസ്തമിച്ചിട്ടില്ല, നമുക്ക് സംസാരിക്കാം, കർത്താവിനോട് സംസാരിക്കാം. അത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചെയ്തത്. ഇവിടെ അയർലൻഡിൽ ചെന്നു, ജോലിയില്ല, എംപ്ലോയർ ഇല്ല. അപ്പോൾ ഒരു തരത്തിൽ ഇല്ലീഗൽ സ്റ്റേ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. സഹായിക്കാൻ ആരുമില്ല, ശമ്പളമില്ല. ഒരുപക്ഷെ അങ്ങനെയുള്ള സ്ഥിതിയിലൂടെ പോകുന്ന ആരൊക്കെയോ ഇത് കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ എന്നല്ല, കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം. എല്ലാം തകർന്നു എന്നൊന്നും ചിന്തിക്കേണ്ട, കർത്താവിനോട് സംസാരിക്കാം. പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണോ? ദാവീദ് ചിലപ്പോഴൊക്കെ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്താ ഇങ്ങനെയൊക്കെ കർത്താവേ? കർത്താവിനോട് സംസാരിക്കുന്നത് നിർത്തരുത്. ഏലിയാവ് വലിയ കാറ്റും കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടായി. അതിനുശേഷം നേരത്തെ ഒരു ശബ്ദം, അതെ, ആ ശബ്ദം തീർച്ചയായിട്ടും കേൾക്കും.
നിങ്ങൾ നേരിട്ട് കേൾക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ കേൾക്കും, അല്ലെങ്കിൽ ഒരു ദൈവദാസൻ സംസാരിക്കുമ്പോൾ കേൾക്കും. നമ്മുടെ ഹൃദയത്തോടത് സംസാരിക്കും. ഇതാ അടച്ചിട്ട മുറിയിൽ ഒരു കാറ്റ്. അതെ, അപ്പം ജനലൊന്നും തുറന്നിട്ടില്ലായിരുന്നു, ഉറപ്പാണല്ലേ? ഉറപ്പാണ്. ഞാൻ തന്നെ ഡബിൾ ചെക്ക് ചെയ്തു 2 തവണ. അതെ, അതെ, മനുഷ്യർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കും. അതെ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ചിറകടിച്ച് ഉയരും. അവർ തളരുകയില്ല, അവർ ക്ഷീണിക്കുകയില്ല, അവർ ഓടും. നമ്മളെ ഉയർത്തുന്നവൻ ദൈവമാണ്. ഒരു പാട്ടുണ്ടല്ലോ, കരുതുന്നവൻ ഞാനല്ലേ, കലങ്ങുന്നത് എന്തിന്. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ, നമുക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തപ്പോൾ, നമ്മുടെ കഴിവുകളൊക്കെ, നമ്മുടെ പരിധികളൊക്കെ അവസാനിക്കുമ്പോൾ, അവിടെയും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ ശബ്ദം, നേർത്ത എന്നാൽ ദൃഢമായ ആ ശബ്ദം താൻ കേട്ടു. എന്താണ്? നാളെ ഒരു വഴി നിനക്ക് വേണ്ടി. ഈ ദിവസങ്ങളെയൊക്കെ നിശ്ചയിച്ചത് ദൈവമല്ലേ? ദൈവം സംസാരിക്കും. ഇതാ സാധാരണ ഇങ്ങനെ ആരെങ്കിലും ഫോൺ വിളിക്കാറുണ്ടായിരുന്നു? ഇല്ല. കാരണം നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഫോണിൽ ബാലൻസ് ഇല്ല. പിന്നെ ഇവിടെ ആരും എന്നെ വിളിക്കാനില്ല, കാരണം എനിക്ക് ഇവിടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. നാട്ടിൽ നിന്ന് അവര് വിളിക്കത്തില്ല, കാരണം അതൊരു ISD കോളാണ്, അപ്പൊ അത് ഉണ്ടാവാറില്ല. അപ്പോൾ ആരും വിളിക്കാനില്ലാത്ത ഒരു സമയത്ത് അതിരാവിലെ ഒരു കോൾ, ആ ആളിനെ സഹകരിക്കാൻ അറിയില്ല. അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ യാത്രയില് വാഹനം ഓടിച്ചു പോകുമ്പോ വണ്ടി സ്ലിപ്പായി പോയപ്പോ ഒരത്ഭുതം നടന്നല്ലോ. അത് നിങ്ങൾ 2 പേരുകളുടെ യാത്രയിലായിരുന്നു അല്ലേ? അപ്പോ എങ്ങനെയായിരുന്നു? ഒരു വളവിന്റെ അടുത്ത് ചെന്നപ്പോഴത്തെ വണ്ടി സ്ലിപ്പായി. വണ്ടി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി. അപ്പം എന്റെ കയ്യിൽ നിന്ന് വണ്ടി പോയി. ഞാനപ്പം നോക്കുന്നത്, കറങ്ങി ഇങ്ങനെ വന്നിട്ട് ഞാൻ നോക്കുന്നത് തിരിച്ച് എതിരെ ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ. അപ്പം വണ്ടി സ്ലിപ്പായി പോകുന്നത് കണ്ടു. അവിടെ ഒന്നും ആളൊന്നുമില്ല. അപ്പൊ 2 പേര് പെട്ടെന്ന് വന്ന് വണ്ടി സ്ട്രെയിറ്റ് ആക്കുക. ഒരു ഫാർമേഴ്സ് ബൂട്ടൊക്കെ ഇട്ടാണ് വരുന്നത്. അവിടെ ഒന്നും ആളെ ഇല്ല. അതൊരു നല്ല ഒരു ഫ്രീ സ്പേസ് ആണ്. വണ്ടി അങ്ങ് നേരെയാക്കി കറക്റ്റ് വേയിലേക്ക് വണ്ടി കൊണ്ട് വെച്ചതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടിയുടെ കൺട്രോൾ പോയി കംപ്ലീറ്റ് ആയിട്ട്. സിസ്റ്റർ അതിൽ എന്തോ ആണ് കണ്ടത്? ആ ഒരു യാത്രയില് വണ്ടി നന്നായിട്ട് മറിയുന്നുണ്ട്. അച്ഛ ഇങ്ങനെ എന്റെ കയ്യിൽ നിന്ന് വണ്ടി പോയി എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോ കാണുന്നത് വണ്ടി ഇങ്ങനെ കറങ്ങി മറിയാൻ പോവാണ്. അപ്പം ഞാൻ നോക്കുമ്പോ അവിടെ തൊട്ടടുത്ത് ഇങ്ങനെ വലിയൊരു ഫീൽഡാ. അപ്പൊ ഞാൻ നോക്കുമ്പോ 2 വലിയ മനുഷ്യര്, അവര് വലിയ ബൂട്ട്സ് ഒക്കെ ഇട്ട് ഫാർമേഴ്സ് 2 പേര് അവിടുന്ന് ചാടി വരുന്ന ഈ വണ്ടിയെ ഇങ്ങനെ തള്ളി നേരെ റോഡിലേക്ക് വെച്ചു. അപ്പൊ അതിങ്ങനെ നേരെ കറങ്ങി വന്ന് കറക്റ്റ് റോഡിന്റെ റൈറ്റ് സൈഡിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ അച്ഛയോട് പറയുന്നുണ്ട്, അച്ഛ അത് 2 പേര് വന്നു, വണ്ടി നിന്നു, അവര് പിടിച്ചു നിർത്തി, അവര് നേരെയാക്കി എന്ന് ഞാൻ ഇങ്ങനെ പറയുന്നു. വണ്ടി ഞങ്ങള് സൈഡിൽ ഒതുക്കി, ഞങ്ങള് പുറത്തിറങ്ങി, അവിടെ എല്ലാം നോക്കി അവരോട്. ഏതൊക്കെ തരത്തിലാണ് കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നത്? എവിടെയോ ദൂരെ ഇരുന്ന് കാണുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. ഒരു ചിന്തയുണ്ട്, ദൈവമുണ്ട്. ഒരു 2-3 തരം തോട്ട്സില്, 2-3 തരം ഫിലോസഫിയോ അല്ലെങ്കിൽ സ്കൂൾ ഓഫ് തോട്ട് എന്നൊക്കെ പറയുന്നത്. ചിലർ പറയുന്നത് ദൈവം ഇല്ല, ചിലർ പറയുന്നത് ദൈവമുണ്ട്, പക്ഷെ നമ്മുടെ കാര്യത്തിലൊന്നും ദൈവം ഇടപെടുന്ന ദൈവമല്ല. ഹീസ് ദെയർ സംവെയർ. നമ്മുടെ കാര്യത്തിലൊന്നും ഇടപെടുന്നത് അങ്ങനെയല്ല. ഈ ദൈവം, നിങ്ങൾ ആരായിരുന്നാലും, നിങ്ങളുടെ പേരെന്തായിരുന്നാലും, നിങ്ങളുടെ പശ്ചാത്തലം എന്തായിരുന്നാലും, താങ്കളെ വ്യക്തമായിട്ട് അറിയുന്നു. താങ്കളെ ഒരു അമ്മ തന്നെ കുഞ്ഞിനെ മറന്നാലും മറക്കില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയും.
അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിനക്കായി ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അത് നിന്റെ നാശത്തിനായിട്ടല്ല, നിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. ദൈവത്തിന്റെ കഴിഞ്ഞ ദിവസം നൈജുബറിനോട് ഇന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞു, ഇതൊക്കെ ദൈവം തന്നു, ജോലി തന്നു, ദൈവം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എറ്റർണിറ്റിയാണ്. ഈ ലോകത്തിലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവം ഉന്മാനം കൊടുക്കാനും തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ നമ്മുടെ യഥാർത്ഥ ഗോൾ, ഈ സാക്ഷ്യത്തിൻ്റെയൊക്കെ ലക്ഷ്യം അതാണ്. നമ്മുടെ യഥാർത്ഥ ഗോൾ, ദി അൾട്ടിമേറ്റ് ഗോൾ ഈസ് ടു റീച്ച് എറ്റർണിറ്റി. അല്ലേ? ഈ സാക്ഷ്യം എന്തിനാ? ആ ലക്ഷ്യം ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കും. അതെ, അവിടെ എത്തണം. അതാണ് ശാശ്വതമായ വീട്. അവിടെ നമ്മൾ എത്തുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള പദ്ധതി. അത് നടക്കട്ടെ. ഒരു രോഗത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ? പ്രാർത്ഥിക്കണം, കർത്താവിനോട് സംസാരിക്കണം. അതാണ് പ്രാർത്ഥന. നിങ്ങളുടെ പേര് മാറ്റണ്ട, ഒന്നും മാറ്റണ്ട. ഇനി ഞാന് കുറെ നാളൊരു ഭക്തനായി ജീവിച്ചിട്ട് പ്രാർത്ഥിക്കാം? നോ. ക്രൂശിൽ കിടന്ന കള്ളൻ പ്രാർത്ഥിച്ചു. കർത്താവ് പറയാണ്, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിൽ. അപ്പോൾ ടുഡേ ഈസ് യുവർ ഡേ ടു റിസീവ് എ സ്പെഷ്യൽ ടച്ച് ഓഫ് ജീസസ്. യേശുവിൻ്റെ ഒരു പുതിയ പ്രത്യേക സ്പർശനം അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കട്ടെ. അതിനൊരു മുഖാന്തരമാകട്ടെ ഈ സാക്ഷ്യം. വളരെ സന്തോഷം ഈ സാക്ഷ്യം പറയാൻ. കർത്താവ് നിങ്ങളെ കുടുംബമായി സഹായിച്ചല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതനേകൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ. നൈജൂറിന് കീബോർഡ് വായിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. ശ്രമിച്ചിട്ട് നടന്നില്ല. അവസാനം കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഞാനിത് പഠിക്കുന്നില്ല, കീബോർഡ് വായിക്കാൻ അറിയാവുന്ന ഒരു മോനെ തരണേ. ജോയലാണ് ഈ റെക്കോർഡ് ചെയ്യുന്ന ഈ സാക്ഷ്യം. എത്ര മനോഹരമായിട്ടാണ് ജോയല് കീബോർഡ് വായിക്കുന്നത്. ആരും പഠിപ്പിച്ചതല്ല, കർത്താവ് പഠിപ്പിച്ചതാണ്. 2 കുഞ്ഞുങ്ങളാണ്, ജോയൽ, ജോഷുവ. 3 കുഞ്ഞുങ്ങളാണ്, ജോയൽ, ജോഷുവ, ജെസിക്ക മോൾ. അതും കർത്താവ് നൽകിയൊരു വാഗ്ദത്തം. ദൈവം തന്റെ വാഗ്ദത്തം മറക്കുന്നില്ല, നമ്മൾ മറന്നാലും മറക്കില്ല. അപ്പോൾ ഈ സാക്ഷ്യത്തിലൂടെ അനേകർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ, വഴികൾ തുറക്കപ്പെടട്ടെ, രോഗങ്ങൾ മാറട്ടെ, കർത്താവിനെ അറിയട്ടെ, നിത്യജീവൻ്റെ അവകാശികളാകട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവെ, ഈ സാക്ഷ്യം പറയുവാൻ അങ്ങയുടെ മക്കളെ അവിടുന്ന് ഒരുക്കി. അവരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾക്കായി സ്തോത്രം. അസാധാരണമായ ദൈവപ്രവൃത്തികൾ അനുഭവിക്കുവാൻ ഈ കുടുംബത്തെ അവിടുന്ന് ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഈ സാക്ഷ്യം അനേകർ കേൾക്കട്ടെ കർത്താവേ. ഈ അനുഭവങ്ങൾ അനേകർക്ക് അനുഗ്രഹമാകട്ടെ, അനേകരുടെ ജീവിതത്തിന് വ്യത്യാസം വരട്ടെ. അങ്ങ് ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവെ അങ്ങ് തൊടണമേ. അവരുടെ ശരീരത്തിൽ, അവരുടെ മനസ്സിൽ, അവരുടെ കുടുംബത്തിൽ അത് സൗഖ്യമായി വ്യാപരിക്കട്ടെ കർത്താവെ. ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോരുത്തരും നിത്യജീവന്റെ അവകാശികളാകട്ടെ. യേശു എന്ന ഒരേ ഒരു നിത്യജീവനിലേക്കുള്ള വഴി സ്വീകരിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.